أتيت وقد توزعت الهدايا وحملت الرحال على നമ്മളിപ്പോൾ ഈ കണ്ടത് സ്വന്തം നാടിനോടും വീടിനോടും പ്രിയപ്പെട്ടവരോടുമെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഉംറ നിർവഹിക്കാനായിട്ടെത്തിയ ആൾക്കാരാണ്. ഇവർക്കുണ്ടായത് ഇവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനം, അതായത് ആ ഒരു ബസ് അപകടത്തിൽപ്പെടുകയും കത്തി നശിക്കുകയുമാണ് ചെയ്തത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ഉത്തമമായ ഉന്നതമായതാണ് ഹജ്ജും ഉംറയും എന്നത്. അതിലെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ നീക്കങ്ങളും ഇബാദത്തുകളിൽ പെട്ടതാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, തീർച്ചയായും എല്ലാ മനുഷ്യരും മരണത്തെ രുചിക്കും എന്നതാണ്. അത് ഏത് രീതിയിലെന്നോ അതെങ്ങനെയാണെന്നോ നമുക്ക് നേരത്തെ പറയാൻ കഴിയില്ല. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ അവസാനവും ഈ ലോകത്തിന്റെ അവസാനവും, അതായത് ഖിയാമത്ത് നാളും എന്നാണെന്നും അതെങ്ങനെയാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിനായി പുറപ്പെട്ട് ഇഹ്റാമിലിരിക്കെ തന്നെ മരണപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയുണ്ടായി. ഗസ്സിലൂഹു ബിമാഇൻ വസിരിൻ വകഫിനൂഹു ഫീ തൗബൈഹി വലാ തുഖമ്മിറു വജ്ഹഹു വലാ റഅസഹു ഇന്നഹു യുബഅതു യൗമൽ ഖിയാമത്തി മുലബ്ബിയൻ. അതായത് അവനെ നിങ്ങൾ വെള്ളത്തിലും സിദറിലും കഴുകുക, അവനെ അവന്റെ 2 വസ്ത്രങ്ങളിൽ തന്നെ പൊതിയുക, മാത്രമല്ല അവന്റെ മുഖമോ തലയോ നിങ്ങൾ മറക്കരുത്. കാരണം അവൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ അവൻ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും ഉയർത്തപ്പെടുന്നതെന്ന്. അതായത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നൊരു തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും അവനെന്ന് ഉയരുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് നാളത്തെ നീണ്ട ആഗ്രഹങ്ങളും വളരെയേറിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവരെല്ലാം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഉംറ നിർവഹിക്കാനായിട്ട് വന്നത്. എന്നാൽ അവർക്കുണ്ടായത് മരണം എന്നാണ്. ഈ ഒരു മരണത്തെ ഇസ്ലാം എങ്ങനെ വിശേഷിക്കുന്നതെന്നാൽ ഹുസ്നുൽ ഖാത്തിം, അതായത് നല്ലൊരു അവസാനം എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഓരോ വ്യക്തികളുടെ കുടുംബത്തിനും ക്ഷമയും സഹനവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല അവർക്കും നമുക്കും ഈ മരണപ്പെട്ടു പോയവർക്കെല്ലാം നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ.